മാർച്ച് 31 മുമ്പ് ഇൻകം ടാക്സിൽ ചെയ്തു തീർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാമത്തത്, നിങ്ങളുടെ പേരിൽ ആരെങ്കിലും പേയ്മെന്റ് തരുമ്പോൾ TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ TDS അവർ നിങ്ങളുടെ പേരിൽ അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യുക. അതിന് നിങ്ങൾ 26AS അല്ലെങ്കിൽ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് വന്നിട്ടില്ലെങ്കിൽ, റിഫ്ലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ പേയ്മെന്റ് തന്ന ആളെ ഫോളോ അപ്പ് ചെയ്യുക, അവരോട് അതിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പഴയ ടാക്സ് റേറ്റ് പ്രകാരമാണ് ടാക്സ് അടക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ഇളവ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാർച്ച് 31 മുമ്പ് ചെയ്യുക. പ്രധാനമായിട്ടും ലൈഫ് ഇൻഷുറൻസ് പോളിസി, അതേപോലെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്, മെഡിക്കൽ ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങളാണ് പൊതുവേ ചെയ്യുക. അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാർച്ച് 31 മുമ്പ് ചെയ്യുക. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലും ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ അത് റിഫ്ലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വല്ലതും നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ഔട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുക. പിന്നെ നിങ്ങൾ അഡ്വാൻസ് ടാക്സ് സാധാരണ മാർച്ച് 15 മുമ്പാണ് അടക്കേണ്ടത്. ഇനി അഥവാ അടക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാർച്ച് 31 മുമ്പ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പെനാൽറ്റിയും ലയബിലിറ്റിയും ഒക്കെ എന്ത് ചെയ്യാം, കുറക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. തുടർന്നുള്ള വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്ത് മറ്റുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക.